ഹായ് ഗൈസ്, എല്ലാവരും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ബിസി ആയിരിക്കുന്ന സമയത്താണ് ഇറാനിൽ ഏറ്റവും വലിയൊരു ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത്. 800ഓളം ആൾക്കാർക്കാണ് പരിക്ക് പറ്റിയത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ ഇസ്രായേലാന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചയെല്ലാം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, ഇറാനും അമേരിക്കയുമായിട്ട് ഇപ്പോൾ ആണവായുധത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ എത്രമാത്രം പറഞ്ഞിട്ടും അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ട്രംപ് പറയുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടും വീണ്ടും ഇറാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ വാറിന് വേണമെങ്കിലും ഞങ്ങൾ റെഡിയാകുന്ന ഒരു രീതിയിലോട്ടാണ് അമേരിക്ക ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഭീഷണിക്കൊന്നും തന്നെ ഇതുവരെയും ഇറാൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഇറാനെ സംബന്ധിച്ചോളം എത്രയും പെട്ടെന്ന് ഒരു ആണവായുധം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കാരണം ഇറാന് അവിടെ ഏറ്റവും വലിയ രാജാവ് ആരാണ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതിൽ ഇറാന് മുൻതൂക്കം കിട്ടിയാൽ മാത്രമോ ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഇറാന് നല്ലവണ്ണം അറിയാം. പക്ഷേ ഇസ്രായേലിനും അമേരിക്കനും സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയൊരു ഡേഞ്ചറാണ്. കാരണം ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാകും. ഇറാന് ആണവായുധം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാം. കാരണം പെട്ടെന്ന് പ്രൊവോക്ക് ആവുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി തന്നെ പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനെ ശക്തമായി എതിർക്കുന്നതും ഇസ്രായേൽ അമേരിക്കനോട് ആവശ്യപ്പെടുന്നതും. അതായത് ഇവിടെ കൃത്യമായിട്ട് ഒരു ബോംബ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതുമാത്രമല്ല, സൗദി അറേബ്യ ഇവിടെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഈ ചർച്ചയിൽ നടക്കുന്നത്. അപ്പോൾ ആ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നതിൻ്റെ അതേ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇറാനിലുള്ള ഏറ്റവും വലിയ പാസഞ്ചർ പോർട്ടിലാണ് ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. അതായത് ഷാഹിദ് രജ്സി എന്ന് പറയുന്ന ഒരു പോർട്ടിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ചുരുങ്ങിയത് 28 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു. അതായത് 50ലും അധികം ആളാവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. 800ഓളം പേർക്ക് പരിക്ക് പറ്റി എന്നാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രമാത്രം വലിയ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു സ്ഫോടനം നടന്നതിൽ വെറും 23 കിലോമീറ്റർ അപ്പുറത്താണ് അവരുടെ ബന്ദർ എന്ന് പറയുന്ന മറ്റൊരു പോർട്ടുള്ളത്. അപ്പോൾ ഈ പോർട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയാണ് ഇറാൻ മൊത്തം ഓയിലുകളും സൂക്ഷിച്ചു വെക്കുന്നതും ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതും. അപ്പോൾ ഇസ്രായേൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് മെസ്സേജ് കൊടുക്കുന്നതാണ്. അതായത് ഞങ്ങൾക്ക് ഇവിടെയും അറ്റാക്ക് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ 23 കിലോമീറ്റർ അപ്പുറത്തും അറ്റാക്ക് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ തെഹ്റാനിൽ പോയി അറ്റാക്ക് ചെയ്യാനും ഞങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഇസ്രായേൽ ഇത് നടത്തിയത് എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇതിൽ ഇസ്രായേലോ അമേരിക്കയോ ഇതുവരെയും ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ റിയാക്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾ അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയാസും എല്ലാവരും പറയുന്നത് ഇതിൻ്റെ പിന്നിൽ മൊസാദും ഇസ്രായേലുമാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇത് ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. കാരണം അത്രയും വലിയൊരു അറ്റാക്കാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ സംഭവിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ